നമശിവായ. നമസ്കാരം. ഇന്ദിരാനന്ദം ബ്രഹ്മാനന്ദത്തിൻ്റെ പ്രഭാത വന്ദനം. ഗീതാ ഹൃദയത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നാം കഴിഞ്ഞ ദിവസം ശ്രദ്ധിച്ച ശ്ലോകങ്ങളിൽ അർജുനൻ ബന്ധുമിത്രാദികളോട് യുദ്ധം ചെയ്യുന്നതിനെ പറ്റിയും അതിൻ്റെ പാപമാണെന്നെല്ലാം ഭഗവാനോട് പറയുകയാണ്. അതുകൊണ്ട് എനിക്ക് എന്താണ് നേട്ടം കിട്ടുന്നത് എന്ന് ചോദിച്ചു നിർത്തിയിരിക്കുന്നു ശ്ലോകം 34 വരെ. നമുക്ക് 35 മുതൽ 2 ശ്ലോകങ്ങൾ കൂടി 37 വരെ നമുക്ക് ശ്രദ്ധിക്കാം. ശ്ലോകം 35. ഏതാന്ന ഹന്തുമിച്ഛാമി ഘനതോ ഭീമധുസൂദന അവിത്രൈലോക്യരാജ്യസ്യ ഹോതാ കിം नु മഹീകൃതേ. ശ്ലോകം 36. നിഹത്യധർത്തരാഷ്ട്രാൻ ന കാ പ്രീതി സ്യാജ്ജനാർദ്ദന പാപമേവാശ്രയേതസ്മാൻ ഹത്വൈതാനദായിനി ഹത്വൈതാനാദായിനഃ. ഈ 2 ശ്ലോകങ്ങൾ നോക്കുമ്പോൾ 35 ശ്ലോകത്തിൽ പറയുന്നത്, ഹേ മധുസൂദന, ഇവർ എന്നെ യുദ്ധത്തിൽ വധിക്കുകയാണെങ്കിൽ കൂടി, അതുമല്ല ഈ 3 ലോകങ്ങളുടെ ആധിപത്യം ലഭിക്കുമെന്നാകിലും ഞാൻ ഇവരെ വധിക്കാൻ ആഗ്രഹിക്കുന്നില്ല. പിന്നെയല്ലേ ഈ ചെറുതുണ്ട് ഭൂമിക്ക് വേണ്ടിയുള്ള ആധിപത്യം. അടുത്ത ശ്ലോകം 36 ശ്ലോകത്തിൻ്റെ അർത്ഥം, ഹേ ജനാർദ്ദന, ധൃതരാഷ്ട്രപുത്രന്മാരെ വധിച്ചതുകൊണ്ട് നമുക്ക് എന്താണ് നേട്ടം? ആദതായികളാണെങ്കിൽ കൂടി ഇവരെ നമുക്ക് വധിച്ചാൽ പാപമേ ലഭിക്കൂ. ഈ ഒരു ശ്ലോകം കൂടി നമുക്ക് ചേർന്ന് വരുന്നതുകൊണ്ട് 37 ശ്ലോകം കൂടി നമുക്ക് നോക്കിയിട്ട് വിശദീകരണം ചെയ്യാം. തസ്മാന്നർഹ വയം ഹന്തും ധാർത്തരാഷ്ട്രാൻ സ്വബാന്ധവാൻ സ്വജനം ഹി കഥം ഹത്വാ സുഖിന ശ്യാമ മാധവ. 37 ശ്ലോകം. ഈ കാരണങ്ങൾ കൊണ്ട് എൻ്റെ തന്നെ സഹോദരങ്ങളായ കൗരവരെ വധിക്കുന്നത് ഉചിതമല്ല. ഹേ മാധവ, നമ്മുടെ തന്നെ ബന്ധുക്കളെ വധിച്ചിട്ട് നമുക്ക് എങ്ങനെ സുഖം കിട്ടും? ഇങ്ങനെ 3 ചോദ്യങ്ങളാണ് ഈ 3 ശ്ലോകങ്ങളിൽ കൂടി അർജുനൻ ഭഗവാനോട് ചോദിച്ചിരിക്കുന്നത്. അതായത് ആദതായികൾ എന്ന് പറഞ്ഞാൽ, ആദതായികളാണെങ്കിൽ കൂടി അവരെ വധിച്ചിട്ട് എന്ത് നേട്ടമെന്ന് വെച്ചാൽ, ആദതായികൾ എന്ന് പറഞ്ഞാൽ ശുക്രനീതി പോലുള്ള സ്മൃതികളിൽ പറഞ്ഞിട്ടുണ്ട്. ആദതായികളെ മനുസ്മൃതി ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ആദതായികൾ ആരെന്ന് മനു പറയുന്നത് നമുക്ക് ശ്രദ്ധിക്കാം. വീടിന് തീ വയ്ക്കുന്നവൻ, വിഷം കൊടുക്കുന്നവൻ, ആയുധവും ഏന്തി കൊല്ലാൻ വരുന്നവൻ, ധനം അപഹരിക്കുന്നവൻ, പറമ്പ് തട്ടിയെടുക്കുന്നവൻ, ഭാര്യയെ അപഹരിക്കുന്നവൻ എന്നീ 6 സ്വഭാവം ഉള്ളവരാണ് ആദതായികൾ എന്ന് പറയുന്നത്. ഈ വിശേഷണങ്ങൾ കൗരവർക്ക് ചേരും. അതുകൊണ്ടാണ് ആദതായികളാണെങ്കിൽ കൂടി അവരെ കൊല്ലുന്നത് ഉചിതമല്ല. അതുകൊണ്ട് നമുക്ക് എന്ത് കിട്ടും എന്നാണ് ഭഗവാനോട് ചോദിച്ചിരിക്കുന്നത്. ഇനിയും ചോദ്യങ്ങൾ ഉണ്ട് അർജുനൻ ഭഗവാനോട് ചോദിക്കുന്നത്. അത് നമുക്ക് അടുത്ത ദിവസം ശ്രദ്ധിക്കാം. നമ്മൾ 3 ശ്ലോകത്തിൻ്റെ അർത്ഥവും ശ്രദ്ധിച്ചു. കുറേശ്ശെ പോയാൽ മാത്രമേ നമുക്കത് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. ഈ കുറച്ച് ചോദ്യങ്ങളോട് കഴിയുമ്പോൾ ഭഗവാൻ ഉത്തരരൂപേണ ഉപദേശം നൽകുന്നത് തുടങ്ങും. അപ്പോൾ നമുക്കെല്ലാം അത് മനസ്സിലാവും. നാമെല്ലാം അർജുനന്മാരായി മാറി ഭഗവാൻ പറയുന്നത് കേൾക്കാം. ഏവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു. ഗുരുപാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു. ഏവർക്കും ശുഭസുദിനം.